അച്ഛന്മാരെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ വിളിക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കാം. അത് നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. നിങ്ങൾ ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ, ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ താഴെ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് ചെല്ലും. അവിടെ ഓർഡർ സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് ചെല്ലും. അവിടെ നിങ്ങളുടെ ഓർഡർ വരും. ഏത് ഓർഡറാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ചാറ്റ് കാണും. ആ ചാറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജ് ചെല്ലും. അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ കസ്റ്റമർ കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. കസ്റ്റമർ കെയർ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ കോൾ റിക്വസ്റ്റ് എന്ന് കാണിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ കുറേ ലാംഗ്വേജ് കാണിക്കും. ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് കോൾ വേണ്ടത്. നമുക്ക് മലയാളം മതിയുകൊണ്ട് മലയാളം. ചില സമയത്ത് നമുക്ക് മലയാളം സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ പിന്നീട് നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഡർ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ചാറ്റ് എടുത്തിട്ട് കസ്റ്റമർ കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വരും. അങ്ങനെ മലയാളം വരുമ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ കാണിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറാണ്. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഫോൺ നമ്പർ കാണിക്കും. ആ ഒരു ഫോൺ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരും. ചില സമയത്ത് കോൾ വരാൻ 1-2 മിനിറ്റൊക്കെ എടുക്കും. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കോളാണിത്. ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവുമായി സംസാരിക്കാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദയവായി കാത്തിരിക്കുക. നമസ്കാരം, ഫ്ലിപ്കാർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിഥുൻ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ജിത് എന്നാണോ? നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ഇൻവോയ്സ് എടുക്കാം, പിന്നെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിനെ കുറിച്ചോ ആമസോണിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മളത് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ലായിരിക്കും ഈ സർവീസ് സെൻറ്റർ റീപ്ലേസ്മെൻറ്റുള്ള സാധനം എങ്ങനെ റിട്ടേൺ ആക്കി മാറ്റാമെന്ന്. അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.